അങ്ങനെ ഇപ്പോൾ റെഡ് കിങ് കോർഗിനെയും ബാക്കിയുള്ളവരെയും കൊന്നുകളയാൻ ഗവർണറിനോട് പറഞ്ഞതും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് ഗവർണർ സമ്മതിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അവിടെ ഗവർണറിൻ്റെയും റെഡ് കിങ്ങിൻ്റെ സംസാരമെല്ലാം കോർഗിൻ്റെ കൂടെയുള്ള മിക്ക് എന്ന ജീവി കേൾക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കേട്ടതും മിക്കിന് ദേഷ്യം വരികയാണ്. ഈ മിക്കിനെ ഇപ്പോൾ ഗവർണറും റെഡ് കിങ്ങും കാണുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ ഈ മിക്കിനെ കൊന്നുകളയാൻ റെഡ് കിങ് ഗവർണറിനോട് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഇപ്പോൾ അവിടെ മിക്കും ഗവർണറും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നു. ആ ഫൈറ്റിൽ നമ്മുടെ മിക്ക് ഒരു കത്തി ഉപയോഗിച്ച് ഗവർണറിനെ കുത്തിക്കൊല്ലുകയാണ്. എന്നിട്ട് ഉടനെ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോയി നടന്ന കാര്യങ്ങളെല്ലാം മിക്ക അവരോട് പറയുന്നു. അങ്ങനെ ഉടനെ അവർ ഇവിടെ റെഡ് കിങ്ങിൻ്റെ ആളുകൾ വരുന്നതിന് മുമ്പ് രക്ഷപ്പെടുവാൻ തീരുമാനിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഹൾക്ക് ഇരിക്കുന്നിടത്തേക്ക് ഹൾക്കിനെ കൊല്ലുവാനായി കയറ വരികയാണ്. കയറ വന്നതും ഹൾക്കിനോട്, ഞാൻ നിന്നോട് അന്ന് ഇവിടുന്ന് പോകുവാൻ പറഞ്ഞതല്ലേ എന്നും അന്ന് നീ ഇവിടുന്ന് പോയിരുന്നുവെങ്കിൽ എനിക്ക് നിന്നെ ഇപ്പോൾ കൊല്ലേണ്ടി വരില്ല എന്നും പറഞ്ഞ് കയറ ഹൾക്കുമായി ഫൈറ്റ് ചെയ്യുകയാണ്. ഈ കയറ എന്ന ഈ പെണ്ണ് നിസ്സാരക്കാരിയല്ല. കാരണം തൻ്റെ ഒരു ഇടിക്ക് നമ്മുടെ ഹൾക്കിൻ്റെ നെഞ്ച് തുളച്ച് ഹൾക്കിൻ്റെ പച്ച നിറത്തിലുള്ള ആ രക്തം വരെ പുള്ളിക്കാരി അവിടെ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹൾക്കിന് അതൊന്നും ഒരു വിഷയമേ അല്ല. പുള്ളി കയറയ്ക്കായിട്ട് എടുത്തിട്ട് കൊടുക്കുകയാണ്, കയറയും വിട്ടു കൊടുക്കുന്നില്ല. അങ്ങനെ അവരവിടെ അടിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പണ്ട് കയറയുടെ ഗ്രാമത്തെ മുഴുവൻ സോംബികളാക്കി മാറ്റിയ സ്പൈക്സ് എന്ന് പറയുന്ന ആ ജീവികൾ ഇപ്പോൾ അവിടെയുള്ള ഒരു സിറ്റിയിൽ എത്തിയത് കയറ കാണുകയാണ്. അന്നേരം തന്നെ ഹൾക്കുമായുള്ള ഫൈറ്റൊക്കെ നിർത്തിയിട്ട് ഹൾക്കിനോട് അവിടെയുള്ള ജനങ്ങളെ സഹായിക്കുവാൻ തൻ്റെ കൂടെ വരുവാൻ കയറ പറയുന്നുണ്ടെങ്കിലും ഹൾക്ക് പോകുന്നില്ല. കയറ കുറേ ഹൾക്കിനെ നിർബന്ധിച്ചിട്ടും ഹൾക്ക് കൂടെ പോകുന്നില്ല. അന്നേരം തന്നെ കയറ അവിടെയുള്ള ജനങ്ങളെ രക്ഷിക്കുവാനായി അങ്ങോട്ട് ഒറ്റയ്ക്ക് ചെല്ലുകയാണ്. ഇപ്പോൾ സ്പൈക്സ് എന്ന ജീവികൾ ആ സിറ്റിയിലുള്ള ആളുകളെ മുഴുവൻ സോംബീസ് ആക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ സിറ്റിയിലാണ് നമ്മുടെ കോർഗും ബാക്കിയുള്ളവരും ഉള്ളത്. അങ്ങനെ ഇപ്പോൾ ജനങ്ങളെല്ലാം സോംബീസായി മാറി ആ സിറ്റിയെ തന്നെ നശിപ്പിക്കാൻ നോക്കുകയാണ്. ഇപ്പോൾ കയറ അവിടെ വന്ന് സ്പൈക്സിൻ്റെ ആക്രമണത്തിൽ നിന്നും ആളുകളെയൊക്കെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. പലരും സോംബീസായി മാറുകയാണ്. ഭാഗ്യത്തിന് കയറ ഒരു കുഞ്ഞിനെ ആ സ്പൈക്സിൻ്റെ അറ്റാക്കിൽ നിന്ന് രക്ഷിച്ച് ആ കൊച്ചിനെ സുരക്ഷിതമായി എവിടെയെങ്കിലും നിർത്തുവാനായി അവിടുന്ന് ഓടുകയാണ്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന കയറയെ നമ്മുടെ റെഡ് കിങ് കോൺടാക്ട് ചെയ്യുന്നു. ഇപ്പോൾ റെഡ് കിങ്ങിനെ കണ്ടതും സ്പൈക്സ് ഇവിടെ സിറ്റിയിൽ വന്നിട്ടുണ്ടെന്നും ഇവിടെയുള്ള സോംബീസായി മാറാത്ത ജനങ്ങളെ രക്ഷിക്കണമെന്ന് കയറ കരഞ്ഞുകൊണ്ട് റെഡ് കിങ്ങിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ റെഡ് കിങ് സ്പൈക്സ് അവിടെ വന്ന കാര്യം തനിക്ക് നേരത്തെ അറിയാമെന്നും കാരണം അവറ്റകളെ അങ്ങോട്ട് അയച്ചത് താനാണെന്ന് റെഡ് കിങ് കയറയോട് പറയുന്നു. അത് കേട്ടതും കയറ ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് റെഡ് കിങ്ങിനോട് നീ എന്താ ഇപ്പോൾ പറഞ്ഞതെന്ന് കയറ ചോദിച്ചതും നീ ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല എന്നും ഈ സ്പൈക്സ് എൻ്റെ ഏറ്റവും വലിയ വെപ്പണാണെന്നും പല സ്ഥലങ്ങളിലും ഇവറ്റകളെ അയച്ച് ജനങ്ങളെ സോംബിയാക്കി മാറ്റുന്നത് താനാണെന്നും എന്നിട്ട് താൻ തന്നെ തൻ്റെ പ്രത്യേക ആർമിയുമായി ചെന്ന് ആ സോംബീസ് ആയവരെ കൊന്ന് ജനങ്ങളുടെ മുന്നിൽ ഹീറോയാകുമെന്നും റെഡ് കിങ് കയറയോട് പറയുന്നു. അത് കേട്ടതും കയറ, അപ്പോൾ നീ ആയിരുന്നല്ലേ ഇവറ്റകളെ വെച്ച് എൻ്റെ ഗ്രാമത്തെ നശിപ്പിച്ചതെന്നും അത് എന്തിനായിരുന്നുവെന്ന് ഇപ്പോൾ കയറ റെഡ് കിങ്ങിനോട് ചോദിച്ചതും തനിക്ക് നല്ല പവറുള്ള ഓൾഡ് പവർ ആയിട്ടുള്ള ഒരാളെ ബോഡി ഗാർഡായിട്ട് വേണമായിരുന്നുവെന്നും അങ്ങനെ ഒരാളെ നിന്റെ ഗ്രാമത്തിൽ നിന്നും കണ്ടെത്താനാണ് താൻ നിന്റെ ഗ്രാമത്തിലുള്ളവരെ ഈ സ്പൈക്സിനെ ഉപയോഗിച്ച് സോംബീസാക്കി മാറ്റിയെന്നും അങ്ങനെയാണ് നിന്നെ താൻ കണ്ടെത്തിയെന്നും റെഡ് കിങ് കയറയോട് പറഞ്ഞതും ഇത്രയും നാളും താൻ ദൈവമായി കണ്ട തൻ്റെ രാജാവ് ഒരു ദുഷ്ടനാണെന്നറിഞ്ഞ് നമ്മുടെ കയറ തകർന്നു പോവുകയാണ്. മാത്രമല്ല ഇപ്പോൾ റെഡ് കിങ് അവിടെ നിന്ന് കോൾ കട്ട് ചെയ്ത് പോവുകയും ചെയ്യുന്നു. ഇതേ സമയം നാട്ടുകാരുടെ കരച്ചിൽ കേട്ട് മനസ്സ് മാറി നമ്മുടെ ഹൾക്ക് അവിടെ വന്ന് അവിടെയുള്ള സോംബീസായി മാറിയവരോട് ഫൈറ്റ് ചെയ്ത് സോംബീസായി മാറാത്തവരെ അവിടെ നിന്ന് രക്ഷിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ സോംബീസായി മാറാത്ത ജനങ്ങളെ മുഴുവൻ ഹൾക്കും ഹീറോയിനും ഒക്കെ അവിടെയുള്ള ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് കയറ്റുന്നുമുണ്ട്. അങ്ങനെ ഇപ്പോൾ അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കെ നമ്മുടെ ഹൾക്കിൻ്റെ ദേഹത്തും ഒരു സ്പൈക്ക് കയറിയതും പുള്ളിയും ഒരു സോംബിയായി മാറുകയാണ്. പക്ഷെ പുള്ളിക്കാരൻ്റെ മൈൻഡ് ഒന്നും നഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല സോംബീസായി മാറാത്ത ജനങ്ങളെയെല്ലാം പുള്ളി രക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇതിനിടയിൽ ആ റെഡ് കിങ് ഹൾക്കിനെയും അവിടെയുള്ള സോംബീസിനെയും എല്ലാം കൊല്ലുവാനായി ആ സിറ്റിയിലേക്ക് ഒരു വലിയ ബോംബ് ഇടുകയാണ്. അത് കണ്ടതും നമ്മുടെ ഹൾക്ക് ആ കെട്ടിടത്തിനുള്ളിൽ നിൽക്കുന്ന സോംബീസ് ആവാത്ത ജനങ്ങൾക്കും തൻ്റെ കൂട്ടുകാർക്കും ഒന്നും സംഭവിക്കാതിരിക്കാനായി ഒരു വലിയ പാറകഷ്ണം പോലത്തെ എന്തൊക്കെയോ കൊണ്ട് ഹൾക്ക് ആ കെട്ടിടത്തിൻ്റെ വാതിലടക്കുകയാണ്. അന്നേരം തന്നെ ഹൾക്ക് നിൽക്കുന്ന സ്ഥലത്തേക്ക് ആ ബോംബ് വീണതും അവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാകുന്നു. അതിൽ അവിടെ സോംബിയായി മാറിയവരെല്ലാം മരിച്ചു പോവുകയാണ്. സോംബീസ് ആകാത്ത ജനങ്ങളെല്ലാം ഹൾക്ക് നേരത്തെ കെട്ടിടത്തിനുള്ളിൽ ആക്കിയതുകൊണ്ട് അവർക്കൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ഹൾക്ക് അവിടെ വീണ് കിടക്കുകയാണ്. പുള്ളിയുടെ ശരീരം ഇപ്പോൾ സോംബിയുടെ രൂപത്തിൽ നിന്നൊക്കെ മാറി പഴയതുപോലെ ആയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അനക്കമില്ലാതെ ഹൾക്ക് അവിടെ കിടക്കുന്നത് കണ്ട് കയറ അവിടെ ചെന്ന് ഹൾക്കിനെ നോക്കുന്നു. അപ്പോൾ തന്നെ കയറയെ റെഡ് കിങ് കോൺടാക്ട് ചെയ്തിട്ട് ഹൾക്കിനെ പറ്റി ചോദിച്ചതും ഹൾക്ക് മരിച്ചുപോയിന്ന് റെഡ് കിങ്ങിനോട് കയറ പറയുന്നു. അത് കേട്ട് റെഡ് കിങ്ങിന് സന്തോഷമാവുകയാണ്. മാത്രമല്ല പിന്നീട് അടുത്ത ദിവസം ഹൾക്കിൻ്റെ ശവശരീരം ജനങ്ങളെ കാണിക്കുവാനായി റെഡ് കിങ് ഹൾക്കിൻ്റെ ശവശരീരം കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് ഹൾക്കിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കോർഗും ബാക്കിയുള്ളവരും ആ സ്ഫോടനത്തിൽ നിന്നും രക്ഷപ്പെട്ടതുകൊണ്ട് അവരെ ജനങ്ങളുടെ മുന്നിൽ വെച്ച് കൊല്ലാൻ വേണ്ടി അവരെയും തൻ്റെ ഗാർഡ്സിനെ ഉപയോഗിച്ച് പിടിച്ചുകൊണ്ട് കൊട്ടാരത്തിലെത്തിക്കുകയാണ്. എന്നിട്ടിപ്പോൾ റെഡ് കിങ് ഹൾക്കിൻ്റെ ശവശരീരം അടുത്തുനിന്ന് കാണുവാനായി ഹൾക്കിൻ്റെ ശവശരീരത്തിൻ്റെ അടുത്തേക്ക് ചെന്നതും അപ്പോൾ തന്നെ നമ്മൾ മരിച്ചുപോയെന്ന് വിചാരിച്ച ഹൾക്ക് റെഡ് കിങ്ങിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ തൻ്റെ ഗ്രാമം നശിപ്പിച്ച റെഡ് കിങ്ങിനോടുള്ള ദേഷ്യത്തിൽ കയറ ഹൾക്ക് മരിച്ചുപോയെന്ന് കള്ളം പറഞ്ഞതായിരുന്നു. ഇപ്പോൾ റെഡ് കിങ്ങിനെ രക്ഷിക്കുവാനായി പുള്ളിക്കാരൻ്റെ ഗാർഡ്സ് എല്ലാം അങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും ഇവരെല്ലാം കയറ അറ്റാക്ക് ചെയ്യുകയാണ്. കയറ മാത്രമല്ല കോർഗും ബാക്കിയുള്ളവരും ആ ഗാർഡ്സിനെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തുന്നു.
കോർഗിനെയും മറ്റുള്ളവരെയും റിലീസ് ചെയ്തത് കയറയാണ്. അങ്ങനെ ഇപ്പോൾ ഹൾക്ക് റെഡ് കിങ്ങിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കെ റെഡ് കിങ് തന്നെ കൊല്ലരുതെന്ന് ഹൾക്കിനോട് പറഞ്ഞതും നിന്നെ ഞാൻ കൊല്ലില്ല എന്നും അതിന് പറ്റിയ ഒരാൾ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് നമ്മുടെ ഹൾക്ക് റെഡ് കിങ്ങിനെ കയറയുടെ അടുത്തേക്ക് ഇടുകയാണ്. അപ്പോൾ തന്നെ കയറ റെഡ് കിങ്ങിൻ്റെ ഏറ്റവും വലിയ ആയുധമായ ഒരു സ്പൈക്ക് എന്ന ജീവിയെ എടുത്ത് റെഡ് കിങ്ങിൻ്റെ ദേഹത്തിടുന്നു. അപ്പോൾ തന്നെ ഭയങ്കരമായ വേദന എടുത്ത് കരഞ്ഞ് റെഡ് കിങ് സോംബിയായി മാറാൻ തുടങ്ങുകയാണ്. പുള്ളി അവിടുന്ന് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടുകയും ചെയ്യുന്നു. അങ്ങനെ ഓടിപ്പോയ റെഡ് കിങ് തൻ്റെ പ്രത്യേക റോബോട്ടിക് ആർമിയുടെ അടുത്തേക്കാണ് ചെന്നുപെടുന്നത്. അപ്പോൾ തന്നെ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സോംബിയാണെന്ന് കരുതി ആ റോബോട്ടിക് ആർമി റെഡ് കിങ്ങിനെ കത്തിച്ചില്ലാതെയൊക്കെയാണ്. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം മാറി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ഹൾക്കിനെയാണ് ഇനി കാണിക്കുന്നത്. ഇപ്പോൾ ഹൾക്കിൻ്റെ അടുത്ത് നമ്മുടെ കയറയുമുണ്ട്. ഇപ്പോൾ റെഡ് കിങ് എന്ന ദുഷ്ടനെ ഇല്ലാതെയാക്കി നാടിനെ രക്ഷിച്ചതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഹൾക്ക് സക്കാറിൻ്റെ രാജാവാകാൻ പോവുകയാണ്. പക്ഷേ ഹൾക്കിന് രാജാവായി എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടതെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ നല്ല പേടിയുമുണ്ട്. ഇപ്പോൾ അതറിഞ്ഞതും ഹൾക്കിൻ്റെ അടുത്ത് നിൽക്കുന്ന കയറ അതിനൊക്കെ ഞാൻ നിന്നെ സഹായിക്കാമെന്നും അതിനുവേണ്ടി നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ വന്നോട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ കയറ ഹൾക്കിനെ പ്രൊപ്പോസ് ചെയ്തതും വന്നോളൂ എന്ന് പറഞ്ഞ് ഹൾക്ക് ആ പ്രൊപ്പോസ് സ്വീകരിക്കുകയാണ്. എന്നിട്ട് ഹൾക്ക് കയറയെ ഉമ്മ വെക്കാൻ വേണ്ടി ഇപ്പോൾ പോയതും ഇതൊക്കെ പിന്നെ ചെയ്താൽ പോരേനും ഇപ്പോൾ ജനങ്ങളെല്ലാം പുതിയ രാജാവിനെ കാണുവാൻ തിരക്ക് കൂട്ടുവാണെന്നും പറഞ്ഞ് ഹിറോമി ഹൾക്കിൻ്റെയും കയറയുടെയും ആ കിസ്സിങ് നശിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹൾക്കും കയറയും കൊട്ടാരത്തിൻ്റെ ബാൽക്കണിയിൽ പോയി തന്നെ കാത്തു നിൽക്കുന്ന ജനങ്ങളെ കാണുകയാണ്. ഇപ്പോൾ സക്കാറിലെ പുതിയ രാജാവിനെ കണ്ട് സക്കാറിലെ ജനങ്ങളെല്ലാം വളരെയധികം സന്തോഷിക്കുകയാണ്. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.